തിങ്കളാഴ്ചയാണ്. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടാകുന്ന നിർണായക ദിവസമാണ്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളം പിടിക്കുക 3 മുന്നണികൾക്കും നിർണായകമായിരിക്കും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആവേശകരമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുക. CPM-ഉം BJP-യും നേർക്കുനേർ മത്സരിക്കുമ്പോൾ ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസും. തെക്കൻ ജില്ലകളിൽ ഇടതിനാണ് മുൻതൂക്കമെങ്കിലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് UDF-ഉം. മലബാറിൽ ഇടതിനാണ് നിലവിൽ മുൻതൂക്കമെങ്കിലും ലീഗും കോൺഗ്രസും അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിൽ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വടക്കൻ കേരളത്തിലെ വോട്ടുകൾ നിർണായകമാണ്. സമുദായങ്ങളുടെ പിന്തുണ നിർണായകമാണ്. മധ്യ കേരളത്തിൽ പൊതുവെ മുൻതൂക്കം UDF-നാണ്. പക്ഷേ LDF-ഉം BJP-യും പരമാവധി സീറ്റുകൾ പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. നഗരസഭകളിൽ UDF-നും ഗ്രാമപഞ്ചായത്തുകളിൽ LDF-നുമാണ് മുൻതൂക്കം. കൊച്ചി കോർപ്പറേഷനിൽ എല്ലാവർക്കും പ്രസ്റ്റീജ് പോരാട്ടമാണ്. ലിബി സുജീന്ദ്രൻ മധ്യ കേരളത്തിലെയും പ്രസാദ് തെക്കൻ കേരളത്തിലെയും അഭിലാഷ് വടക്കൻ കേരളത്തിലെയും സാധ്യതകളുമായി പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ആദ്യം ലിബി സുജീന്ദ്രനിലേക്ക്. ലിബി, ഇക്കുറി ഹൈലൈറ്റ് മത്സരം നടക്കുന്നത്, എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് തലസ്ഥാനത്തേക്കായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ കൊച്ചി കോർപ്പറേഷനിലും കനത്ത പോരാട്ടമായിരിക്കും. കോർപ്പറേഷൻ മാത്രമല്ല പിടിക്കേണ്ടത്, പൊതുവെ UDF-ന് മുൻതൂക്കമുള്ള ബെൽറ്റുകളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക്, ബ്ലോക്കുകളിലേക്ക് NDA ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലം കാണുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ കാര്യം. അത് ആരുടെ വോട്ടാണ് ചോർത്താൻ പോകുന്നത്? അങ്ങനെ BJP-യുടെ വളർച്ച മധ്യ കേരളത്തിലുണ്ടെങ്കിൽ അത് LDF-ന് ഗുണകരമാകുമോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരം ഈ തദ്ദേശ ഇലക്ഷൻ നൽകും. ലിബി, എങ്ങനെയാണ് കണക്കുകൂട്ടലുകൾ മധ്യ കേരളത്തിൽ മുന്നണികളുടേത്? ഡോക്ടർ അരുൺ, വളരെ ആവേശത്തിൽ തന്നെയാണ് 3 മുന്നണികളും. ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷൻ പ്രസ്റ്റീജ് മത്സരം തന്നെയാണ് 2 മുന്നണികളെയും സംബന്ധിച്ച്. അതുപോലെ തന്നെ BJP-യും 5 സീറ്റുകളുമായി BJP-യും ഉണ്ട്. BJP-ക്കും സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട് പല ഭാഗങ്ങളിലും. ഏതായാലും വളരെ നിർണായകമായ പോരാട്ടം എന്ന് തന്നെ കൊച്ചി കോർപ്പറേഷന്റെ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വന്നു. 2 വിമതരെ കൂടെ കൂട്ടിയാണ് LDF ഭരണം പിടിച്ചത്. ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കാൻ UDF എല്ലാ കരുക്കളും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നു. ഇപ്പുറത്ത് എല്ലാവരും പ്രധാനപ്പെട്ടവർക്ക് തന്നെയാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. ഇവിടെ VD സതീശൻ UDF-ന്റെ ചുമതല, അപ്പുറത്താകട്ടെ മന്ത്രി P രാജീവിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനും ചുമതല. അങ്ങനെ വളരെ പ്രാധാന്യത്തോടെ 2 മുന്നണികളും കാണുന്നു. ഇപ്പുറത്താകട്ടെ BJP-യുടെ ചുമതല കോർപ്പറേഷനിൽ നേരിട്ട് വഹിക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. അങ്ങനെ വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്നുവെന്ന് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ തമ്മിൽ തർക്കമൊക്കെ വന്ന് സ്ഥാനാർത്ഥി നിർണയം അവസാനമാകാൻ കണ്ണും നട്ടിരിക്കുന്നത് ഇക്കുറി തലസ്ഥാനം BJP പിടിക്കുമോ, കോൺഗ്രസിന്റെ നീക്കം ആരെ തുണയ്ക്കുമെന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലെ അടിയൊഴുക്കുകൾ ആർക്ക് നിർണായകമാകുന്നു എന്നുള്ളതാണ്. TV പ്രസാദ്, LDF ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളത് തെക്കൻ കേരളമാണ്. കോർപ്പറേഷനുകളാണെങ്കിലും ബ്ലോക്ക് ഡിവിഷനുകളാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും കഴിഞ്ഞ തവണ ഒരു പ്രളയമായിരുന്നു, ഇടതു പ്രളയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഈ ദേശപ്പോരിലും ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതും തെക്കൻ കേരളമാകുമെന്ന് ഉറപ്പാണ്. അതിൽ തലസ്ഥാനം കൈവിടാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും അവർ കാട്ടും. കോൺഗ്രസിന്റെ ഒരു മുഴം മുൻപേയുള്ള നീക്കം യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് ഗുണകരമാകുമെന്ന വിശ്വാസത്തിലാണോ മുന്നണി? എങ്ങനെയാണ് 3 മുന്നണിയുടെയും കണക്കുകൂട്ടൽ തെക്കൻ കേരളത്തിൽ? അരുൺ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അരുൺ വിശദീകരിച്ചതുപോലെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും അത് LDF-ന് വലിയ മുൻതൂക്കമാണ് ഉണ്ടാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എതിരായ ഘട്ടങ്ങളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇടതിന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിയാണ് മൊത്തത്തിൽ നമ്മൾ കാണാറുള്ളത്. സാധാരണ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണെങ്കിൽ വിശേഷിച്ച് വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൊടുത്തിരുന്നു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരമാണ് LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് UDF-നൊരു അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി പരമാവധി ഇടങ്ങളിൽ പരമാവധി നേതാക്കളെ വിന്യസിച്ചുകൊണ്ട് വലിയ മുന്നൊരുക്കമാണ് UDF നടത്തുന്നത് എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യും ഇടതുമുന്നണിയും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തവണ സംഭവിച്ചത്
LDFിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും കോൺഗ്രസ് ചെയ്തത് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചാൽ അതിശക്തമായ മത്സരം അത് CPIM-ഉം BJP-യും തമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ്. CPM-ന് ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ളതിൽ സീറ്റുകൾ കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കടുത്ത മത്സരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോകും. പക്ഷേ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ആരും നിരീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും വലിയ ശക്തമായ മത്സരത്തിന് കോൺഗ്രസ് കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് തെക്കൻ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം. അരുൺ, ഓക്കെ, നമുക്കിപ്പം അഭിലാഷുണ്ട്. അഭിലാഷ്, വടക്കൻ കേരളവും നിർണായകമാണ്. ഇക്കുറി പല പുതിയ തന്ത്രങ്ങളും വടക്കൻ കേരളത്തിലെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ കിട്ടി. അത് ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് ക്രോഡീകരിച്ചതുകൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതേ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇക്കുറി LDF പാളയത്തിലേക്ക് പോയ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചെടുക്കുക എന്നതാണ് UDF-ന്റെ കൗശലം. BJP കാര്യമായ ഇമ്പാക്ട് വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് കരുതുന്നില്ലെങ്കിൽ പോലും BJP പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും UDF-ന് ക്ഷീണം ചെയ്യുകയും ചെയ്യും. മൂന്ന് മുന്നണികളും ആത്മവിശ്വാസത്തിലാണോ വടക്കൻ കേരളത്തിലും, അഭിലാഷ്? തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചുവടുവയ്പ്പാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ LDF വലിയ തരത്തിലുള്ള മുൻതൂക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു. അതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് സമാനമായ വിജയമാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ഈ തവണ പ്രധാനമായും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് അടക്കമുള്ള വടക്കൻ മേഖല. അതുകൊണ്ട് ആ മേഖലയിൽ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. UDF-ന്റെ ഭാഗത്ത് മുൻപെങ്ങും കാണാത്ത ഒത്തൊരുമയോടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിലോ അല്ലെങ്കിൽ ഡിവിഷൻ വിഭജിക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഏതൊക്കെ ഡിവിഷനുകൾ ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നിർണായക ഘട്ടത്തിലേക്കും അവർ കടക്കുന്നു. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കോഴിക്കോട് ഇതിനകം തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. അവിടെ ഏത് തരത്തിലുള്ള മത്സരമായിരിക്കും കടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം കോൺഗ്രസ് ഇതിനകം തന്നെ 7 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനകം തന്നെ പുറത്തുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 വർഷങ്ങൾക്ക് മുമ്പ് UDF-ന് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. അതിനുശേഷം വിഭജനം അടക്കം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വാർഡുകൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ദുർബലമായിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് അവർ നോക്കുന്നത്. ഇതിന് സമാനമായി വലിയ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്ത് വരുന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ തന്നെ വരുമെന്നാണ് UDF-ന്റെ നേതാക്കൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ഏറ്റവും നല്ല